ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായതിലെ ഹൈക്കോടതി വിമർശനം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തിരിച്ചടിയാകും. സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിക്കുന്ന സംഗമത്തെ അയ്യപ്പ ഭക്തർ തന്നെ സംശയത്തോടെ നോക്കുന്നതിനിടെയാണ് ഹൈക്കോടതി വിമർശനം. വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനവും ഈ തിരിച്ചടി മറികടക്കാനെന്നാണ് വിലയിരുത്തൽ. വിനീഷ് ചേരുന്നു. വിനീഷ്, ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താനിരിക്കുന്ന സർക്കാരിന്റെ ചില ചെയ്തികൾ കൂടി വിമർശനാത്മകമാകുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ. അതിലേറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് സെപ്റ്റംബർ 19-20 തീയതികളിൽ തടഞ്ഞത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായി സംസ്ഥാനം കടന്നതും അനുമതി ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതൊക്കെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാരിനെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു വിമർശനത്തിലേക്ക് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം, സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അത് നേരത്തെ തന്നെ ഭക്തരും ഹൈന്ദവ സംഘടനകളും പല ഘട്ടങ്ങളിലായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിൽ കോടതിയുടെയും കൂടി ഒരു സംശയം, അത് എന്തടിസ്ഥാനത്തിലാണ്, ഏത് വിശ്വാസ്യത സർക്കാർ ഊന്നിപ്പിടിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ സർക്കാർ ഈ സ്പോൺസർഷിപ്പുകൾ, ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന സ്പോൺസർഷിപ്പുകളുടെ വ്യക്തത സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോടതി ആരാഞ്ഞിരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ശില്പം, പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയില്ലാതെ ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരങ്ങൾ ധരിപ്പിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഇവിടെ നിന്ന് അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയതും അതിനെ പുതുക്കി പണിക്കാനുള്ള ശ്രമം നടത്തിയതും എന്ന ചോദ്യമാണ് സർക്കാരിനോട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നത്. എന്തായിരുന്നാലും സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ കോടതിയുടെ ഒരു വിമർശനവും കൂടി രംഗത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്ത സംഗമം നടത്താനിരിക്കെ സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, അതിൽ ദുരൂഹതയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം, അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെ ഈ കാര്യത്തിൽ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത്, സർക്കാർ നടത്തുന്ന ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന സംഗമത്തിന് പിന്നിൽ നേരത്തെ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശബരിമലയിൽ അതൊരു ശാഠ്യത്തോടു കൂടി കണ്ടുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശിപ്പിച്ചുകൊണ്ട് ആചാര ലംഘനത്തിന് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടുമായി വീണ്ടും രംഗത്തെത്തുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന് പ്രധാനമായും ശബരിമല ആചാര സംരക്ഷണവുമായി അല്ലെങ്കിൽ ആചാര സംരക്ഷണ യാത്രകളിൽ പോലും കേസെടുത്ത സർക്കാർ ഇപ്പോൾ അത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിനുള്ളിൽ പിന്നെ ശരി വിനീഷ്, എന്തായാലും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അപ്രത്യക്ഷമായതിലെ ഹൈക്കോടതി വിമർശനം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പ ഭക്തർ സർക്കാരിനെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്.